ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നമ്മുടെ വിശ്വാസം. അതങ്ങ് ശരിക്കും ഭദ്രമാക്കണം. നമ്മുടെ വിശ്വാസം ഒരാൾക്ക് മുന്നിലും പണയം വെക്കേണ്ടതല്ല. അത് കളങ്കമുള്ള വിശ്വാസമാകരുത്. അത് ഒറിജിനൽ വിശ്വാസമാകണം. ആ ഒറിജിനൽ വിശ്വാസം ഏതാണ്? അത് സുന്നത്ത് ജമാഅത്താണ്. സുന്നത്ത് ജമാഅത്താണ് ഒറിജിനൽ വിശ്വാസം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ആ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നവരാരെല്ലാമാണോ അവർക്ക് നാളിതുവരെ ഒരൊറ്റ ആശയത്തിൽ പോലും ഉറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായും ഉറപ്പിക്കേണ്ടത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവനോട് ഇസ്ലാം ചില നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്നേഹിക്കാൻ പറഞ്ഞവരെ സ്നേഹിക്കണം, ബഹുമാനിക്കാൻ പറഞ്ഞവരെ ബഹുമാനിക്കണം. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ച് ഇസ്ലാം സ്നേഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ സ്നേഹിക്കാനും പാടില്ല. ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പങ്കെടുക്കാനും പാടില്ല. അതാരാണവര്? സുബ്ഹാനല്ലാഹ്, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറംതിരിഞ്ഞു പോയ പുത്തനാശയക്കാരില്ലയോ, ആ പുത്തനാശയക്കാർ അവരെ സ്നേഹിക്കാൻ പാടില്ല. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും അവരെ അടുപ്പിക്കാൻ പാടില്ല എന്നാണോ? മഹാന്മാരായ പണ്ഡിതന്മാര് മസല എഴുതി വെച്ചിട്ടുണ്ട്. ഒരാള് വഴിതെറ്റാനാകുമ്പോ അവനെ കൈവിടാൻ പാടില്ല. അവനെ മെല്ലെ അടുപ്പിക്കണം. അടുപ്പിച്ചിട്ട് അവനെ നന്നാക്കാൻ നോക്കണം. അവനോട് പറയണം, മനുഷ്യ, നീ എന്റെ ഒരു കൂട്ടുകാരനാണ്. നീ ഇങ്ങനെ വഴിപഴച്ചു പോകുന്നത് എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് നീ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണം. എത്ര പറഞ്ഞാലും അവൻ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലാതെ മാത്രമല്ല, അവൻ ഈ ആദർശം അങ്ങ് വിട്ടു എന്ന് മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, നാട്ടിലുള്ള മറ്റുള്ളവരെയും കൂടി അവന്റെ ആ ചീഞ്ഞ് നാറുന്ന ആശയത്തിലേക്ക് ക്ഷണിക്കുന്നുവെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഇതുപോലെ അവൻ നാട്ടിലൊരു ഫിത്നക്കാരനായി മാറിയാൽ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് മറ്റുള്ളവരെയും കൂടി വലിച്ച് അവന്റെ ആ തെറ്റായ ആശയത്തിലേക്ക്, പുത്തനാശയത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു സ്ഥാനത്തെത്തിയാൽ പിന്നെ നീ അവനോട് സ്വീകരിക്കേണ്ട നിലപാടുണ്ട്. ആ നിലപാട് ഏതാണ്? ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം ശൈഖ് മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയാണ്, ആ നിലപാട് അവിടുത്തെ സ്വന്തം കിതാബാണല്ലോ, കിതാബുൽ ഗുന്യ. ഞാൻ ഇന്നിങ്ങോട്ട് വരുമ്പോ എന്റെ വാഹനത്തിൽ നോക്കാൻ വേണ്ടിട്ട് കയ്യിൽ പിടിച്ചതാണ്. തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇതിവിടെ പറയണമെന്ന് എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായപ്പോ ഞാനത് പറയുകയാണ്. എന്തേ കാരണം അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. യഥാർത്ഥത്തിൽ ആദർശ ഭദ്രതയുള്ളത് അപ്പോഴാണ്. ഏതുമാകാം, സാരമില്ല, അത് ആദർശ ഭദ്രതയല്ല, സുന്നത്ത് ജമാഅത്ത് തന്നെയാകണം കേട്ടോ. ഈ കിതാബുൽ ഗുന്യത്തിൽ ത്വാലിബി ത്വരീഖിൽ ഹഖി, ഈ കിതാബിൽ ശൈഖ് ജീലാനി തങ്ങൾ പറയുകയാണ്, ഇതിന്റെ 1-ാം വാള്യം 80-ാമത്തെ പേജിൽ ഒരു ഈമാനുള്ള മുഅ്മിൻ ഉണ്ടാകേണ്ട കാര്യം എന്താണ്? മഹാനവരുകൾ പറയുന്നു, ഫഅലൽ മുഅ്മിനി, ഒരു മുഅ്മിനിന്റെ മേൽ നിർബന്ധമാണ് ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത് പിന്തുടർന്ന് ജീവിക്കണം. സുന്നത്ത് ജമാഅത്ത് പിന്തുടർന്ന് ജീവിക്കണം. അവൻ പുത്തനാശയക്കാരനാകാൻ പാടില്ല. എന്നിട്ട് മഹാനവരുകൾ പറയുകയാണ്, പുത്തനാശയക്കാരനെ പരിഗണിക്കാൻ പാടില്ല. ആരാണ് ഈ പുത്തനാശയക്കാര്? ഓ കാരണവന്മാരെ, ചെറുപ്പക്കാരെ, ഇന്ന് നമ്മുടെ നാടുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ മഹല്ലുകളെ ഭിന്നിപ്പിച്ച് ഒരു നാട്ടിൽ വിശാലമായ ഒരു പള്ളി ഉണ്ടായിട്ടു ആ പള്ളിയിൽ ആ മഹല്ലുകാരെ മുഴുവനും ഉൾക്കൊള്ളാൻ പറ്റിയ അത്രയും വിശാലമായ പള്ളി ഉണ്ടായിട്ടു നാട്ടില് വേറെ ഒരു പള്ളിന്റെ ആവശ്യമില്ലാഞ്ഞിട്ടു പള്ളികൾ നിർമ്മിക്കുന്ന പുത്തനാശയക്കാർ, മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും
തബ്ലീഗ് ജമാഅത്തുകാരും ഇങ്ങനെ ഏത് പേരിൽ അറിയപ്പെടുന്നവരായാലും അവരാണല്ലോ പുത്തനാശയക്കാർ. അവരോട് സ്വീകരിക്കേണ്ട നിലപാടിനെ സംബന്ധിച്ച് നൗഫൽ സഖാഫി പറയുന്നതല്ല, താജുൽ ഉലമ പറഞ്ഞതല്ല, ശംസുൽ ഉലമ പറഞ്ഞതല്ല, കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞതല്ല, SYSന്റെ പത്രത്തിൽ വന്നതല്ല, SSFന്റെ പത്രത്തിൽ വന്നതല്ല. ഇത് പറയുന്നത് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം അശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങളുടെ കിതാബുൽ ഗുന്യ എന്ന ഗ്രന്ഥത്തിലാണ് പറയുന്നതോ പുത്തനാശയക്കാരെ പരിഗണിക്കാൻ പാടില്ല. വലാ യുദായിനഹു അവരോട് അടുക്കാൻ പാടില്ല. വലാ യുസല്ലിമ അലൈഹി ശരിക്കും കേൾക്കണം കേട്ടോ, അവർക്ക് സലാം പോലും പറയരുത്. ആ പുത്തനാശയക്കാരനെ കണ്ടാൽ അവന് സലാം പറയരുത്. എന്തേ അങ്ങനെ സലാം പറയരുത് പറയാൻ കാരണം? എന്നിട്ട് അതിന് കാരണം പറയുകയാണ്. ലിഅന്ന ഇമാമന അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്, അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളില്ലേ മഹാനവരികൾ പറഞ്ഞിട്ടുണ്ട്, മൻ സല്ലമ അലാ സ്വാഹിബി ബിദ്അത്തിൻ ഫഖദ് അഹബ്ബ. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞതാണ്, ഒരു പുത്തനാശയക്കാരനെ ഒരാൾ സ്നേഹിച്ചാൽ അതിന്റെ അർത്ഥം ഒരു പുത്തനാശയക്കാരൻ ഒരാൾ സലാം പറഞ്ഞാൽ ആ പുത്തനാശയക്കാരനെ സ്നേഹിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം നബി തങ്ങൾ പറഞ്ഞില്ലേ, അഫ്ശു സലാമ ബൈനക്കും തഹബ്ബു, നിങ്ങൾ പരസ്പരം സലാം ചൊല്ലണം, സലാം വ്യാപിപ്പിക്കണം. എന്തേ കാരണം? നിങ്ങൾക്കിടയിൽ സ്നേഹം കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സലാം പരസ്പരം പറയുന്നത് സ്നേഹം കൂടാൻ വേണ്ടിയിട്ടാണ്. ആ സ്നേഹം പുത്തനാശയക്കാരനോട് കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് അവനോട് സ്നേഹമില്ല, സലാം പറയാൻ പാടില്ല. എന്നിട്ട് മഹാനവരുകൾ പറയുകയാണ്, വലാ യുജാലിസഹു അവരടുത്ത് പോയി ഇരിക്കാനും പാടില്ല. വലാ യഖ്റുബ മിൻഹു ഇരിക്കുക പോകട്ടെ, അവരെ അടുത്ത് പോയി നിൽക്കാനും പാടില്ല. പോരാ, വലാ യുഹന്നിയഹും ഫിൽ അയാദി അവരുടെ സമ്മേളനങ്ങളിലോ അവരുടെ ആഘോഷങ്ങളിൽ പോയി ആശംസ പറയാനും പാടില്ല. അവരുടെ സന്തോഷവേളകൾ ഏതാണോ, അത് സ്വന്തം വീടുദ്ഘാടനമാകട്ടെ, അവരുടെ സമ്മേളനങ്ങളാകട്ടെ, പരിപാടികളാകട്ടെ, ആ ഒരു സന്തോഷവേളകളിലും അവർക്ക് പോയി ആശംസ പറയാൻ പാടില്ല. ഇത് നൗഫൽ സഖാഫി പറയുന്നതല്ല, ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി തങ്ങൾ അവിടുത്തെ സ്വന്തം കിതാബായ കിതാബുൽ ഗുന്യത്തി ലിത്വാലിബി ത്വരീഖിൽ ഹഖി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. എന്നിട്ട് മഹാനവരുകൾ പറയുകയാണ്, വലാ യുസല്ലിയ ഇദാ മാതു ആ പുത്തനാശയക്കാർ മരിച്ചാലോ നിങ്ങൾ അവിടെ പോയി നിസ്കരിക്കാനും നിൽക്കാൻ പാടില്ല. ഇതിന്റെ അർത്ഥം നിങ്ങൾ നിസ്കരിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകണ്ടല്ലോ, അവർ നിസ്കരിച്ചോട്ടെ, നിങ്ങൾ പോയിട്ട് നിസ്കരിക്കേണ്ടതില്ല. ആ പുത്തനാശയക്കാരുടെ നേതാക്കന്മാരെ പേര് പറഞ്ഞാലോ നിങ്ങൾ അവരെ പേരിനെ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയണ്ട. പിന്നെന്താണ് ചെയ്യേണ്ടത്? ബൽ യുബായിനഹും വയുആദിയഹും ഫില്ലാഹി അസ്സ വജല്ല അവരോട് നിങ്ങൾക്ക് മാനസികമായ ഒരു വെറുപ്പുണ്ടാകണം കേട്ടോ. എന്തേ മാനസികമായ വെറുപ്പുണ്ടാകാൻ കാരണം? അവൻ ആശയക്കാരനായതുകൊണ്ടാണ്. ആ വെറുപ്പുള്ള സമയത്ത് നിനക്ക് വേണ്ടത് എന്താണ്? മുഅ്തഖിദം ബുതുലാന മദ്ഹബി അഹ്ലി ബിദ്അ ആ പുത്തനാശയം എന്ന് പറഞ്ഞാൽ, ആ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ബാത്തിലായ പ്രസ്ഥാനമാണ്, പിഴച്ച പ്രസ്ഥാനമാണ് എന്ന് നീ വിശ്വസിക്കുന്നതിന് പുറമെ മുഹ്തസിബൻ ബിദാലിക അസ്സവാബൽ ജസീല വൽ അജ്റൽ കസീർ നീ അങ്ങനെ മാനസികമായവരോട് വെറുപ്പ് കാണിച്ചാൽ നിനക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വലിയ കൂലിയുണ്ട് കേട്ടോ, വലിയ പ്രതിഫലമുണ്ട് കേട്ടോ എന്ന് വിശ്വസിച്ചുകൊണ്ട് നീ ചെയ്യണോ. അതാണ് ആ സുന്നത്ത് ജമാഅത്തിന്റെ വർച്ചാശയമുള്ളവർ. അവർ പുത്തനാശയക്കാരോട് അടുക്കൂല, ബിദ്അത്തിനോട് അടുക്കൂല, അവരെ കല്യാണത്തിന് പോകൂല, അവർ ഇങ്ങോട്ട് കല്യാണത്തിന് ക്ഷണിക്കൂല. അത് നൗഫൽ സഖാഫി പറഞ്ഞതല്ല, മഹാന്മാരായ ഔലിയാക്കൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ഉദ്ധരിച്ച് രേഖപ്പെടുത്തിയതാണ്.
അതാണ് ആ സുന്നത്ത് ജമാഅത്തിന്റെ ഉറച്ച തീരുമാനം. അതാണ് താജുൽ ഉലമാ. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അപ്പൊ ആദർശം വളരെ കട്ടിയുള്ള ആദർശമാക്കണം. എന്നിട്ടോ നല്ലവരായി ജീവിക്കണം. ഞാൻ ഒരൊറ്റ കാര്യം വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. താജുൽ ഉലമാനെ ഇന്ന് ലോകം മുഴുവൻ ഓർക്കുകയാണ്.